ഓതേണ്ടതാണതിനായി ലഖദ് ജാ തൊട്ട് അതിൻ്റെ ഇന്തിഹാവര സുബിഹിക്കും വൈകിട്ട്. ഇത് കേട്ടൊരാൾ വയസ്സെഴുപതിൽ മുതലോതലായി, മരിക്കാതയാൾ 120 ചെന്നെത്തലായി. ദിനമൊന്നതിൽ നബി ദൂതരെ സ്വപ്നത്തിലായി, കണ്ടപ്പോഴേ നബി തങ്ങളും പറയുന്നതായി, നീ നമ്മളെ തൊട്ടെത്ര കാലം ഓട്ടമായി. അത് കേട്ടൊഴിച്ചോതൽ ഉടൻ മൗത്തെത്തലായി. ഓതുന്ന കാലം മരണമില്ലേ തീർച്ച, മറക്കുന്നതാ മൗത്തിൻ്റെ നാളിന്തേർച്ച. ഖിബലക്ക് നേരെ ഒരിക്കലും തുപ്പല്ലേ, അതബുള്ളതല്ലത് സോദരാ ചെയ്യല്ലേ. വിസ്താര നാളിൽ ഹാജരാക്കും മെയ്യേ, തിരുനെറ്റി മുഴുവൻ തുപ്പലാണയ്യയ്യേ. ഇതുപോലെ തന്നെ നബിയുന മഹ്മൂദ് പറയുന്നതാണ് റവാ അബൂദാവൂദ്. ഖിബലക്ക് നേരെ ഇരിക്കലും സദസ്സിന് അലങ്കാരമാ നബി മുസ്തഫ പറയുന്നേ. ഖിബലക്ക് നേരെ ഇരുന്ന് നീ പഠിക്കേണ്ടതാ, ഹൃദ്യസ്ഥമാക്കാൻ എപ്പോഴും ഉതകുന്നതാ. ബിസ്മില്ല എഴുതും സമയമിൽ വേണ്ടുന്നതാ, സീനിൻ്റെ പല്ലും വ്യക്തമായി എഴുതേണ്ടതാ. അള്ളാൻ്റെ പേരാ വേണ്ടതാ ബഹുമാനം എന്നുള്ളതാണ് സോദരാ വ്യാഖ്യാനം. അനസ് ഇബ്നു മാലിക്കിന് അൽ ഹദീസിൽ വന്നതാ, എഴുതുന്ന സമയത്തൊക്കെയും ഓർക്കേണ്ടതാ, കഥകെപ്പോഴും നീ ബിസ്മിയോടടക്കേണ്ടതാ. ഖന്നാസവൻ കടക്കുന്നതിനറക്കുന്നതാ, അത്താഴമൊരു പിടിയെങ്കിലും കഴിക്കേണ്ടതാ, അല്ലാതിരുന്നാൽ വേഗമിൽ നരക്കുന്നതാ.